അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്ന 5 സ്വഭാവശീലങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഭംഗിയില്ലാത്ത ഒരാളല്ല. പക്ഷേ ചില സമയങ്ങളിൽ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മുഖം മങ്ങിപ്പോയതുപോലെ തോന്നാറില്ലേ? അതിൻ്റെ കാരണം ഭംഗിയില്ലാത്തതല്ല, നമ്മുടെ മുഖത്തിൻ്റെ നൂറ്, അതായത് മുഖത്തെ പ്രകാശവും ആകർഷണീയതയും കുറയുന്നതാണ്. നമ്മൾ ദിവസവും ചെയ്യുന്ന ചില ശീലങ്ങളാണ് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ശീലങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ശാസ്ത്രവും ഇതേ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനും ശാസ്ത്രവും ഒരുപോലെ മുന്നറിയിപ്പ് നൽകിയ ആ 5 ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ശീലം ഉറക്കക്കുറവാണ്. ഉറക്കം ഒരു നേരം പോക്ക് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരു വിശ്രമമാണ്. രാത്രിയിൽ നാം ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലും തലച്ചോറിലും അടിഞ്ഞുകൂടുന്ന അനാവശ്യമായ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഉറക്കക്കുറവുള്ളവരിൽ മുഖത്തിൻ്റെ തിളക്കം കുറയുകയും ചർമ്മം മങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് ആധുനിക പഠനങ്ങൾ പറയുന്നു. ഉറക്കത്തെ അള്ളാഹു ഒരു അനുഗ്രഹമായിട്ടാണ് സൃഷ്ടിച്ചത്. വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന നൗം എന്ന അറബി വാക്കിന് എല്ലാ കാര്യങ്ങളിൽ നിന്നുമുള്ള പൂർണ്ണമായ വിശ്രമം എന്ന ഒരു അർത്ഥമാണുള്ളത്. അത് നമ്മുടെ ശരീരത്തിനുള്ള ഒരു ദിവസേനയുള്ള മനോഹരമായ വിശ്രമമാണ്. ആ വിശ്രമം കുറയുമ്പോൾ ശരീരവും മുഖവും അതിൻ്റെ ദോഷം അനുഭവിക്കും. അതുകൊണ്ട് ദിവസവും ആവശ്യമായ സമയം ഉറക്കത്തിനായി മാറ്റിവെക്കാൻ നാം ശ്രമിക്കണം. രണ്ടാമത്തെ ശീലം അമിതമായ സമ്മർദ്ദവും ടെൻഷനുമാണ്. അമിതമായ മാനസിക സമ്മർദ്ദം നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇത് കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ അളവ് കൂട്ടുകയും അത് നമ്മുടെ ചർമ്മത്തിന് മുറുക്കവും ഭംഗിയും നൽകുന്ന ഘടകം ശരീരത്തിൽ നിന്ന് കുറക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായി ചർമ്മത്തിൽ ചുളിവുകളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ കൂടുതൽ പ്രായമുള്ളതുപോലെ തോന്നാനും മുടി കൊഴിച്ചിലിനും ഇത് കാരണമാകാം. ഒരാളുടെ മുഖം കണ്ടാൽ തന്നെ അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാകുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുക എന്ന്. അള്ളാഹു ഈ ലോകം മുഴുവനും സമാധാനമായിട്ടാണ് പടച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. സമാധാനം ഹൃദയത്തിലാണ് എന്നാണ് പറഞ്ഞത്. ദിക്റുകളും പ്രാർത്ഥനകളും ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസവും മാനസിക സമ്മർദ്ദം കുറക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുമെന്ന് ശാസ്ത്രവും പറയുന്നു. സമ്മർദ്ദം നമ്മുടെ മുഖത്തിൻ്റെ തിളക്കം കുറക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണ അതിനെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. മൂന്നാമത്തെ ശീലം നെഗറ്റീവായ സംസാരങ്ങളാണ്. എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും പരദൂഷണം പറയുകയും ചെയ്യുന്നത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് നമുക്കാണ്. അത് നമ്മുടെ മനസ്സിൽ ഭാരവും സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നു. പരസ്പരം പരദൂഷണം പറയരുതെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, അത് അള്ളാഹുവിന് എത്രമാത്രം വെറുപ്പുള്ള ഒരു കാര്യമാണ് എന്നും വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. നെഗറ്റീവായ സംസാരങ്ങൾ നല്ല ബന്ധങ്ങളെ തകർക്കും. അതോടൊപ്പം നമ്മുടെ മുഖത്തിൻ്റെ ആകർഷണവും കുറക്കും. നാലാമത്തെ ശീലം മോശം ഭക്ഷണ രീതിയാണ്. ഒരു ചൊല്ലുണ്ട്, നിങ്ങൾ കഴിക്കുന്നത് എന്താണോ അതുതന്നെയാണ് നിങ്ങൾ. ഇതൊരു ചൊല്ല് മാത്രമല്ല, നമ്മുടെ ശരീരവും ചർമ്മവും മുടിയുമെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണങ്ങളും എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളും അധികമായി കഴിക്കുന്നത് ചർമ്മത്തിന് ദോഷം ചെയ്യുകയും പ്രായം കൂടുതലായി തോന്നാൻ കാരണമാവുകയും ചെയ്യും. അതേസമയം തന്നെ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഭൂമിയിലുള്ള അനുവദനീയവും നല്ലതുമായ ഭക്ഷണം നിങ്ങൾ കഴിക്കണം. അള്ളാഹു ഹലാലായ ഭക്ഷണം മാത്രമല്ല, നല്ലതും ശുദ്ധവുമായ ഭക്ഷണവും കഴിക്കാനാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. കടകളിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഹലാലായിരിക്കാം, പക്ഷേ അത് ആരോഗ്യകരമാകണമെന്നില്ല. അത്തരം ഭക്ഷണങ്ങൾ ശരീരത്തിൻ്റെയും മുഖത്തിൻ്റെയും തിളക്കം കുറക്കും. ഇനി അഞ്ചാമത്തെ ശീലം അഹങ്കാരമാണ്. മനഃശാസ്ത്രം പറയുന്നത് അഹങ്കാരം നിറഞ്ഞ മുഖഭാവങ്ങൾ ആളുകളെ അകറ്റുമെന്നാണ്. ഞാനാണ് വലിയവൻ എന്ന ഭാവം മുഖത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തും. എന്നാൽ വിനയം നിറഞ്ഞ മുഖങ്ങൾക്ക് സ്വാഭാവികമായ ആകർഷണീയത ഉണ്ടാകും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടെ നടക്കരുത്. അഹങ്കാരവും പൊങ്ങച്ചവും അള്ളാഹുവിന് ഇഷ്ടമല്ല. വിനയത്തിൻ്റെ ഭംഗി എല്ലാവർക്കും കാണാൻ കഴിയും. പക്ഷേ അഹങ്കാരം എത്ര സുന്ദരമായ മുഖമാണെങ്കിലും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തും. അപ്പോൾ സത്യം എന്താണ്? നമ്മുടെ മുഖത്തിൻ്റെ നൂറ് ജന്മനാ നഷ്ടപ്പെടുന്നതല്ല. ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, നെഗറ്റീവായ സംസാരങ്ങൾ, മോശം ഭക്ഷണ രീതി, അഹങ്കാരം എന്നിവയാണ് അത് കുറക്കുന്ന കാരണങ്ങൾ.
ജീവിതത്തിന് ആവശ്യമായ മാർഗ്ഗരേഖ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ദിക്റിലാണ് മനസമാധാനമുള്ളത്, ഉറക്കത്തിലാണ് ശരീരത്തിൻ്റെ പുതുക്കലുള്ളത്, നല്ല ഭക്ഷണത്തിലാണ് ആരോഗ്യമുള്ളത്, വിനയത്തിലാണ് യഥാർത്ഥ സൗന്ദര്യമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ശീലങ്ങൾ പിന്തുടർന്ന് ജീവിച്ചാൽ മുഖത്തിൻ്റെ യഥാർത്ഥ നൂർ സ്വാഭാവികമായും നിലനിൽക്കും. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഇത്തരം വീഡിയോകൾക്കായി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒരിക്കലും മറന്നു പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.